ഹായ് ഫ്രണ്ട്സ്, വറുത്തരച്ച കൂണിന് ആവശ്യമായ ഒരു കപ്പ് തേങ്ങ ഞാൻ ചൂടായിരിക്കുന്ന പാനിലേക്ക് വറുത്തെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം പെരുംജീരകം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യമേ എണ്ണ ഒഴിക്കരുതേ. ഇനി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ വീതം എടുത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തേങ്ങാക്കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, പച്ചമണം മാറുന്നിടം വരെ. ഇത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ ഇതിനൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കുക. ഒരു വലിയ കടായി ഞാൻ ചൂടാകാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളി, അത് 2 അല്ലി വെളുത്തുള്ളിയും ശകല ഇഞ്ചിയും കൂടെ നമുക്ക് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. സവോളയെക്കാളും കൂടുതൽ ടേസ്റ്റ് ചുവന്നുള്ളിക്ക് തന്നെയാണ്. കഴിവതും ചുവന്നുള്ളി ആഡ് ചെയ്ത് തന്നെ വേണം ഈ കറി ഉണ്ടാക്കി നോക്കാൻ. അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് മിക്സിയിലെ വെള്ളം കൂടെ ഒന്ന് കലക്കി ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് അത് നിങ്ങൾക്ക് അരിഞ്ഞിനിയും ചെറുതാക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതാക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി അത് നമ്മൾ മൂടി വെച്ച് വേവിക്കാം. കൂണിലെ വെള്ളം കൂടെ വന്ന് അതൊന്ന് വെന്ത് നല്ല കറക്റ്റ് ഗ്രേവി ആയി വരണം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച കൂണ് കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു വെരി മച്ച്.